കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടീച്ചറാണ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് തന്നെ പറയാറുണ്ട്, ലൈഫിൽ എന്തെങ്കിലും കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ കാണുമ്പോൾ നിങ്ങൾ പ്രതികരിക്കണം മക്കളെന്ന് ഞാൻ പറയാറുണ്ട്. എനിക്ക് തന്നെ സൊസൈറ്റിയിൽ ചില സമയത്ത് ചിലത് കാണുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റാറില്ല. ബിക്കോസ് അത് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണെന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ടപ്പോൾ അങ്ങനെ ഒരു കണ്ടപ്പോൾ എനിക്ക് തന്നെ മനസ്സിലൊരു ഫ്രസ്ട്രേഷൻ പോലെ തോന്നിയായിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തതിൻ്റെ അല്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ പോലെ തോന്നി. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഹാഫാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പടം എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ശങ്കറിൻ്റെയൊക്കെ എങ്ങനെ പറയുക, ഇന്ത്യൻ 1 കണ്ടു, അത് ഇന്ത്യൻ 2 കണ്ടു. അപ്പോൾ 2 കാലഘട്ടത്തിൻ്റെ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇന്ത്യൻ 1 ഇന്നലെ ഞാൻ കണ്ടത്, അത് എനിക്ക് ചെറുതായിട്ട് ലാഗ് അടിക്കുന്ന പോലെ തോന്നിയായിരുന്നു. പക്ഷേ ഇന്ത്യൻ 2 എന്ന് പറഞ്ഞാൽ ഗംഭീര വിഷ്വൽ അങ്ങനെ വേണം പറയാം. അതായത് ഇതിൽ ക്ലൈമാക്സിലൊക്കെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മർമ്മങ്ങൾ വെച്ചിട്ടുള്ളൊരു ഫൈറ്റ്, അതൊക്കെ വരുമ്പോൾ അതിൻ്റെ BGM കൂടിയും കയറി വരുമ്പോൾ ഉണ്ടല്ലോ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലെവൽ സാധനം. എന്തായാലും മസ്റ്റ് വാച്ചബിൾ എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. പിന്നെ ഇതേ തന്നെ ഉള്ളൂ. അതായത് മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്, അത് കാലഘട്ടത്തിൻ്റെ ഓരോരോ മേക്കിങ് അപാരമായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും അതായത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ 1 എല്ലാവരും ആരാധിച്ചിരുന്ന ഒരു താരമാണ് ഇന്ത്യൻ. അതിനെ അവസാനം ഇപ്പോൾ ക്ലൈമാക്സിലോണ്ട് കൊണ്ടുവന്നപ്പോൾ എല്ലാവരും വെറുക്കുന്ന ഒരു കഥാപാത്രം, പിന്നെ ഒരു കംബാക്ക് പോലെ വന്നൊരു രീതിയാണ്. അതായത് ഒരു വില്ലനിസം പോലെ വന്ന ഒരു രീതിയാണ്. എന്തായാലും ഞെരിപ്പം പടം.